കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു വാക്യം വായിക്കുന്നു. വെളിപ്പാട് പുസ്തകം 21:7. ജയിക്കുന്നവന് ജീവ നീരുറവ അവകാശമായി ലഭിക്കും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനും ആയിരിക്കും. ജയ ജീവിതം എന്നത് ഒരു ക്രിസ്ത്യാനിക്ക് ഓപ്ഷണലല്ല. അത് ഒരു മസ്റ്റാണ്, ഒരു ഇമ്പരേറ്റീവാണ്, ഒരു കൽപ്പനയാണ്. ആത്മീകമായും ഭൗതികമായും നാം വിജയിച്ചു കൊണ്ട് തന്നെ ഇരിക്കും. അപ്രകാരമാണ് ദൈവം നമ്മെ നടത്തിക്കൊണ്ടു പോകുന്നത്. പക്ഷേങ്കിൽ നാം തരണം ചെയ്യേണ്ട പല ശത്രു കൊണ്ടുവരുന്ന തടസ്സങ്ങൾ അത് നമ്മൾ ബൈബിളിൽ നിന്ന് മനസ്സിലാക്കണം. ഒന്ന്, ലൗകികത, വേൾഡിനെസ് എന്ന് പറഞ്ഞു. അത് യോഹന്നാന്റെ ലേഖനത്തിലാണ് അത് പറഞ്ഞത്. അപ്പം ഈ ലോക സ്നേഹം, ലൗകികത എന്ന് പറയുന്നത് ഭൗമികമായ നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങളോ ഭൗമികമായിട്ടുള്ള നേട്ടങ്ങളോ വൃക്ഷലതാദികളോ നമ്മുടെ കാര്യങ്ങളല്ല പറയുന്നത്. പിന്നെയോ ഇതൊരു പിശാചിൻ്റെ, ഈ ലോകത്തിൻ്റെ പ്രഭു കൊണ്ടുവന്നിട്ടുള്ള ഒരു സിസ്റ്റമാണ്, ഒരു 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 ഒഴുക്കാണ്, ഒരു 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 വല്ലാത്ത ഒരു അബദ്ധമാണ് ഈ ലോകത്തിലെ. അതിങ്ങനെ മാറിക്കൊണ്ട് ഇങ്ങനെ ഒരുമാതിരി വേവ്സ് പോലെ ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുകയാണ്. ആ ഒഴുക്കൽപ്പെട്ട് അനേകരെ നശിച്ചു പോകുന്നു. ലൗകികത അതിനെക്കുറിച്ച് ബൈബിളിൽ പറയുന്നുണ്ട്. ആമോസിന് മുമ്പേ ആമോസും പറയുന്നുണ്ട്. അതുപോലെ തന്നെ സങ്കീർത്തനം 17 പറയുന്നുണ്ട്. സങ്കീർത്തനം 17:14 വായിച്ചു നോക്കിയാൽ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഈ ലൗകിക പുരുഷന്മാരുടെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞിട്ട് അവരുടെ ഓഹരി ഈ ആയുസ്സിൽ അത്രേ എന്ന് പറയുന്നു. അതായത് ലൗകിക പുരുഷന്മാരെ എങ്ങനെ നമുക്ക് അറിയാമെന്ന് ചോദിച്ചാൽ, അവരുടെ ഓഹരി ഈ ആയുസ്സിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിലുള്ള ജീവിതകാലം മാത്രമേ. അതിനപ്പുറമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ലൗകികർക്ക് ഇല്ല. രണ്ടാമത്, ഫിലിപ്പിയ ലേഖനത്തിൽ അത് കുറച്ചുകൂടെ വിശദമാക്കുന്നുണ്ട്. 3-ാം അധ്യായം 18-19 വാക്യങ്ങളാണ്. അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു, ഒന്നാമത് ഈ ലൗകികനായിട്ടുള്ള മനുഷ്യൻ ക്രൂശിന് ശത്രുവായിരിക്കും. ക്രിസ്തുവിൻ്റെ ക്രൂശിന് ശത്രുവായിരിക്കും. യേശു കർത്താവ് സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു നമ്മുടെ പാപത്തിൻ്റെ പരിഹാരമായി യാഗമായി ക്രൂശിന്മേൽ മരിച്ചു അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് വന്നു. കർത്താവ് ഈ കഷ്ടപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് വരെ ഉള്ള ആ വലിയ പ്രവർത്തനം ചെയ്തത് നമ്മുടെ ആത്മരക്ഷയ്ക്കാണ്, നമ്മയും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ്, ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളാക്കേണ്ടതിനാണ്, നമ്മൾ ഓരോരുത്തരുടെയും പാപത്തിന് പരിഹാരമാണ്. അപ്പം അത് ഒരു ലൗകിക പുരുഷന് വേണം. അനുഗ്രഹങ്ങൾ ഭൗതികമായിട്ടുള്ള എല്ലാം വേണം, മറ്റെല്ലാ വിജയങ്ങളും വേണം. പക്ഷേ എങ്കിലും അവൻ്റെ ഓഹരി എന്ന് പറയുന്നത് ഈ ആയുസ്സിൽ മാത്രം, അതുവരെയുള്ള കാര്യങ്ങൾ മാത്രം ദൈവം നോക്കണം. അതിനപ്പുറം വേണം. യേശു ക്രിസ്തു പങ്കപ്പാടുപെട്ട് ഇത്രയും കഷ്ടപ്പെട്ട കാര്യങ്ങളൊന്നും അവനൊരു സമയമല്ല, ഒരു താല്പര്യമാണ്. ക്രൂശിന് ശത്രുവാണ്. രണ്ടാമത് തന്നെ അവൻ പറയുന്നത് അവൻ്റെ ദൈവം വയറാണ്. അവൻ്റെ ദൈവം വയറെന്ന് പറയുമ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ ആവശ്യം പോലെ ഭക്ഷണം കഴിക്കാനുള്ള, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഭക്ഷണം, അതൊക്കെയാണ് അവൻ. ഒരു ഡൈവ്സൊക്കെ കഴിക്കുന്നത് പോലെ ഒരുപാട്, ഒരു കറി പോലെ 2 കറി പോലെ 9 കറിയും പോലെ ധാരാളമായിട്ട് മേശ നിറഞ്ഞിരിക്കണം, അല്ലെങ്കിൽ അതൊരു തൃപ്തിയില്ല. അങ്ങനെയുള്ള ഒരു ജീവിതം അതൊരു ഭയങ്കര, അത് ആമോസ് പറയുന്നുണ്ട്. ഭാഷാൻ കൂറ്റന്മാർ, ഭാഷാന്യ പശുക്കൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. ഇങ്ങനെയുള്ള മനുഷ്യർ വയറാണ് ദൈവം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ജെയിംസിൽ പറയുന്നുണ്ട്, ജെയിംസിൻ്റെ പുസ്തകം 5:5 തന്നെ പറയുന്നുണ്ട്, യാക്കോബിൻ്റെ ലേഖനത്തിൽ, അത് വല്ലാത്ത ഗ്ലട്ടൻസ് ആണ് അവർ എന്നാണ്. അപ്പം അങ്ങനെയുള്ള മനുഷ്യരുണ്ടെന്ന് എനിക്കറിയാം. ഒരു പെൺകുട്ടിയാണെങ്കിൽ കല്യാണം കഴിക്കുകയല്ല, കല്യാണം വേണ്ടെന്ന് പറഞ്ഞ് ശാഠ്യം. അമ്മ വന്ന് പലപ്പോഴും പറയും. അവസാനം എൻ്റെ വീട്ടുകാരിയോട് പറഞ്ഞു,
ഈ കാര്യം എന്നതാണെന്നറിയാമോ? അവള് പറയുന്നത് എനിക്ക് കല്യാണം വേണ്ട, കാരണം അപ്പനെ തീറ്റുവാൻ അമ്മ കിടന്ന് കഷ്ടപ്പെടുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണുന്നത്. ഇങ്ങനെയായിരിക്കും ഓരോ പുരുഷന്മാര്. എനിക്ക് വേണ്ട കല്യാണം. അത് നമുക്ക് ചിരിക്കാൻ തോന്നും. വാസ്തവത്തിൽ അങ്ങനെ ഉള്ള ഉത്തരവുണ്ട്. അതെ, വയറാണ് ദൈവം. ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളെ നമ്മൾ ഇതിൽ ജയിക്കണം. നമുക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണം വേണം, ആവശ്യത്തിനുള്ള വിശ്രമം വേണം, ആവശ്യത്തിനുള്ളത് കുടിക്കാനുള്ളത് വേണം. അതിനപ്പുറമായിട്ടുള്ളതൊന്നും നമുക്ക് അനുവദിച്ചിട്ടില്ല. മൂന്നാമത് വേറൊരു കാര്യം, ലജ്ജയായതിൽ മാനം തോന്നുന്നവരാണ്. ലജ്ജയായതിൽ മാനം തോന്നും. പുരുഷൻ ഉടുക്കേണ്ടത് സ്ത്രീ ഉടുക്കും, സ്ത്രീ ഉടുക്കേണ്ടത് പുരുഷൻ ഉടുക്കും. മനസ്സിലായില്ലേ? വല്ലാത്ത രീതിയിലുള്ള പോക്കാണ്. എല്ലാത്തിലും പ്രാക്ടീസ് ചെയ്ത് നോക്കും. എല്ലാം ഒന്ന് പരീക്ഷിച്ച് നോക്കുന്നവരാണ് ഈ ലോക മനുഷ്യർ. അങ്ങനെ എല്ലാം പരീക്ഷിച്ച് നോക്കുന്നവരല്ല ലോക മനുഷ്യർ. ഇങ്ങനെ എല്ലാം പരീക്ഷിച്ച് നോക്കുന്നവരല്ല ക്രിസ്ത്യാനികൾ. മനസ്സിലായില്ലോ? അങ്ങനെ അത് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്തെ കാര്യം എന്നാന്ന് ചോദിച്ചാൽ, ഈ ലോകത്തിൽ നമുക്ക് കഷ്ടമുണ്ട്. യേശു ക്രിസ്തു തന്നെ യോഹന്നാൻ സുവിശേഷം 16:33 പറഞ്ഞു, കഷ്ടങ്ങളിൽ നമ്മൾ ജയിക്കണം, അതിൽ പ്രശംസിക്കണം എന്നാണ് അപ്പോസ്തലനായ പൗലോസ് 5:3 പറയുന്നത്, റോമർക്കെതിരെ. അപ്പം കഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, ഒന്ന് കർത്താവ് അനുവദിക്കുന്ന കഷ്ടം, മറ്റൊന്ന് പിശാചിന്റെ പരീക്ഷണങ്ങളിലൂടെ പറയുന്ന കഷ്ടം. ഈ യോബിനെ നമുക്കറിയാം, അത് കർത്താവ് അനുവദിച്ച. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് അനുവദിക്കുന്നതായിരിക്കും കൂടുതലും. അത് നമ്മുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുവാനും നമ്മുടെ ആത്മീയ ജീവിതം ശക്തിപ്പെടുത്തുവാനും വേണ്ടി കർത്താവ് തരുന്നത്. നമുക്ക് കഴിയുന്നതിന് മീതെ ഉള്ള ഭാരങ്ങളൊന്നും കർത്താവ് നമുക്ക് തരത്തില്ല. തരുമ്പോൾ തന്നെ വേണ്ടോളം കൃപയും അതിനോടൊപ്പം തരും. അതിന് നമ്മൾ വിജയിക്കണം. മൂന്നാമത് കാര്യം എന്നാന്ന് ചോദിച്ചാൽ, നമ്മുടെ സർവീസ് മേഖലയാണ്. എല്ലാ മക്കൾക്കും സർവീസ് ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. കർത്താവ് അറിയാതെ ഒരു ബാഡ്ജോ ഒരു ID കാർഡോ ഒന്നും നമുക്ക് വരുന്നില്ല, ഒരു യൂണിഫോമും നമുക്ക് വരുന്നില്ല. ദൈവം അറിഞ്ഞാണ് നമുക്ക് ഓരോന്നും തന്നിരിക്കുന്നത്. ആ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഫീൽഡിൽ വളരെ സംതൃപ്തിയോടെ, വളരെ ത്യാഗത്തോടെ നമ്മൾ സേവനം ചെയ്യണം. അത് ക്ലാർക്കായാലും കൊള്ളാം, അല്ലെങ്കിൽ ഒരു നേഴ്സായാലും കൊള്ളാം, ഡോക്ടറായാലും ധൂപ്പുകാരിയായാലും കൊള്ളാം, അങ്ങനത്തെ കളക്ടറോ വലിയ പ്രസിഡന്റോ ഒക്കെ ആയാലും അവരവരെ ഏൽപ്പിച്ചിരിക്കുന്നത് വിശ്വസ്തയോടെ ചെയ്ത് അതിലും വിജയം കഴിക്കണം. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ലൗകികതയും അതുപോലെ തന്നെ കഷ്ടങ്ങളിലും അതിനപ്പുറം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകളിലും വിശ്വസ്തരായിരുന്ന് വിജയം വരിക്കണം എന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അങ്ങനെയുള്ളവർക്കാണ് ദൈവം അതേ ആത്മീയ ഉറവ നമുക്ക് തരുന്നത്. അതിന് ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ.